89.6 FM Sargakshetra. SK Hotspot. വെൽക്കം ടു SK Hotspot ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. യെസ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ജോമോൻ ജ്യോതിർ ദ ആക്ടർ. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഹലോ. ഹായ്. ഹലോ. എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യമേ ചോദിക്കാനായിട്ടുള്ളത്. മഴയാണ് ഒരു വില്ലനായിട്ട് നിൽക്കുന്നത്. നല്ല മഴ അല്ലേ? നമ്മുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. വ്യസന സമേതം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അന്ന് മുതൽ മഴയാ. ഇന്നലെ കുറയും എന്നൊക്കെ വിചാരിച്ചു നിന്നിട്ട്, എങ്കിലും ആൾക്കാര് പോയി കാണുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ തിയേറ്ററിനൊക്കെ പോയപ്പോഴത്തേക്കും ഹൗസ്ഫുള്ളായിരുന്നു കുറേ സ്ഥലങ്ങളില്. അടിപൊളി. അപ്പം വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുണ്ട്. ജോമോൻ ജ്യോതിർ എന്ന ആക്ടറിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കേട്ടറിയണം. പക്ഷെ ചേട്ടാ, ഒരു കാര്യം പറയട്ടെ, നമുക്ക് തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്നാന്ന് ഞാൻ പറഞ്ഞപ്പം വല്ലതും കത്തിയായിരുന്നോ? ജോ അതെ. എന്നെ ഇവിടെ ചിലവര് ജോ മോളെ എന്ന് വിളിക്കുന്നുണ്ടെ. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്നാ ജോമോൻ എന്നാ വരുന്നേ എന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാം. ഞാൻ പറഞ്ഞു വരും, ആണാ വരാത് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. സോ എന്തായാലും ഫൈനലി അങ്ങനെ ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നതിനെ വിശേഷങ്ങളെ പറ്റിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK Hotspot ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മൾ എല്ലാവരും കാത്തിരുന്ന ജോമോൻ ജ്യോതിർ ദ ആക്ടർ. ചേട്ടാ, നമ്മളങ്ങനെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സിനിമ? അതിന്റെ റിവ്യൂസ് എങ്ങനെയുണ്ട്? ആരൊക്കെ വിളിച്ച അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേൾക്കട്ടെ. ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ പടത്തിന് ഓർഗാനിക്കായിട്ട് കുറെ റിവ്യൂകൾ ഇപ്പം ഒരുപാട് വ്ളോഗേഴ്സും പരിപാടികൾ അവരെല്ലാരും കണ്ടിട്ട് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട്. കുറെ പേര് ഈ പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഞാനിത് നമ്മൾക്ക് ഈ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നതിന് മുന്നേ ഞാൻ ചുമ്മാ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു റിവ്യൂ, നമ്മുടെ മൈത്രേന്റെ ഒരു റിവ്യൂ, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ്, അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അമ്പോ പൊളി എന്നുള്ളൊരു ഐറ്റം. അപ്പൊ എന്തായാലും സ്വന്തമായിട്ട് കണ്ടതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പൊളിച്ചു എന്നുള്ളൊരു ഫീൽ ആയിരുന്നോ? അല്ല, മൊത്തത്തിൽ എല്ലാരും പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രംകാർക്കാണ് ഈ പടം ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത്. അവരുടെ രീതികളും അവരുടെ ഈ മരണം മരിക്കുന്ന സമയത്തൊക്കെ ഉള്ളവരെ ഓരോ വീടുകളിലും കാണുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. പടം അവർ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറയാനുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതൊന്നും പോണം, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പടം മൊത്തത്തിൽ ഭയങ്കര അഭിപ്രായമുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്കും അഭിപ്രായം കിട്ടുന്നുണ്ട്. അടിപൊളി. ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായി തന്നെ നമ്മുടെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറയുന്നു. പക്ഷേ ഇതിനിടയിലെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് കണ്ട ഒരു കാര്യം തന്നെയാണ്, ചില പോസിറ്റീവ് റിവ്യൂസ് എഴുതാനായിട്ട് ചിലവർ ഇങ്ങനെ എമൗണ്ട് ചോദിച്ചു, പക്ഷെ അത് തരത്തില്ല എന്നുള്ളൊരു കാര്യം വിപിൻ ചേട്ടൻ പറയുകയും പിന്നീട് നെഗറ്റീവ് റിവ്യൂസ് സിനിമയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്കിത് കണ്ടപ്പോഴേ ഭയങ്കര ഷോക്കായി പോയി. കാരണം നമ്മൾ ഈ റിവ്യൂസ് ഒക്കെ നമ്മൾ അഫ്കോഴ്സ് വായിക്കുന്നതാണ്. ഏതൊരു സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേയും യൂട്യൂബിൽ കാണുന്ന റിവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ പേജിൽ വരുന്ന റിവ്യൂ ഒക്കെ നമ്മളും ഇങ്ങനെ അനലൈസ് ചെയ്യും, ഓക്കെ എന്നുള്ളൊരു സംഭവം. അപ്പം ഇത് കണ്ടപ്പം പൈസ ചോദിച്ചു എന്നൊക്കെ കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര അതിശയം. സോ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ചേട്ടനെ ഏറ്റവും കൂടുതൽ ഷോക്ക് ചെയ്യിപ്പിച്ച ഒരു ഐറ്റംസ് എന്ത് ഒക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നായിരിക്കും പറയുന്നത്? അല്ല, നമ്മളിപ്പോ ഈ പടത്തിന്റെ ഈ കാര്യം പറഞ്ഞാലും വിജയുടെ നമ്മുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മളും പെട്ടെന്ന് ഷോക്കായി. കാരണം ഒരു കൊച്ചു പടം, അത് ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് പോസിറ്റീവ് റിവ്യൂവിന് വേണ്ടിയിട്ട് അവർക്ക് കാശ് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അത് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന് മുമ്പും പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ നല്ല പടം ആയിരുന്നാൽ കൂടി അത് മോശം പടങ്ങളും പോസിറ്റീവ് റിവ്യൂ കൊടുത്ത് എഴുതാം എന്നൊക്കെ വേറൊരു രീതിയാണ്. മൊത്തത്തില് പരിപാടികളൊക്കെ വേറൊരു രീതിയിലാണ്. അപ്പം അത് നമ്മുടെ പടത്തിന് കിട്ടിയ എന്തായാലും കുറെ ആൾക്കാർ കണ്ട് ആ മനസ്സിന് ഇഷ്ടപ്പെട്ട് അവരൊരു റിവ്യൂ ഇട്ട് അത് നമ്മള് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് എടുത്തിടാറുണ്ട്. ഇപ്പം ഷസാമായിരുന്നാലും മറ്റ് റിവ്യൂവേഴ്സ് ആയിരുന്നാലും അവര് പടം കണ്ട് ഇഷ്ടപ്പെട്ട് അവരൊരു വീഡിയോ ചെയ്ത ആൾക്കാരാണ്. ആ വീഡിയോ ആണ് നമ്മളെടുത്ത് പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെയാണ് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ് ഈ പടത്തിന് നടക്കുന്നത്. എന്റെ ഇടയിൽ ഉള്ളതാണ് കുറച്ച് പ്രശ്നങ്ങള് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുള്ളി അവസാനം പൊട്ടിത്തെറിച്ച് പറഞ്ഞു പോയതാ.
പടത്തിനെ പറ്റി നെഗറ്റീവ് എഴുതി ഇട്ടപ്പോഴത്തേക്കും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ ആ പടത്തിന് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ എഴുതി അതുപോലും അവർ അപ്രൂവൽ ചെയ്തിട്ടില്ല. നെഗറ്റീവ് മാത്രമേ അപ്രൂവൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോൾ കുറച്ചധികം ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം ചേട്ടനെ ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പം ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്ക് അടിച്ച, അയ്യോ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ ഇതുപോലെ ഷോക്ക് അടിച്ച മറ്റ് സംഭവങ്ങൾ എന്തെങ്കിലും ലൈക്ക് ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ആണല്ലേ എന്ന് തോന്നിയ വേറെ എന്തെങ്കിലും സംഭവ വികാസങ്ങളും എല്ലാം ഓർമ്മയിലുണ്ടോ? ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഇങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ചേട്ടൻ മുമ്പേ എടുത്തെടുത്ത് പറഞ്ഞൊരു വാക്കാണ് ഓർഗാനിക് റിവ്യൂ, ശുദ്ധമാണ് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാൻ നമ്മൾ പടത്തിൽ നല്ല റിവ്യൂ പറയാനുണ്ട്. അതെ അതെ, സത്യം സത്യം. അപ്പൊ എന്തായാലും വ്യസന സമേതം ബന്ധുമിത്രാദികൾ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി കാണാം, വാച്ച് ചെയ്യാം, കുടുകുടാ ചിരിക്കാം. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരുപാട് ഫൺ റൈഡ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു പുള്ളിയാണ്, ഒരു അഭിനേതാവാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ദ വൺ ആൻഡ് ഓൺലി ജോമോൻ ജ്യോതിർ ഓൺ SK ഹോട്ട്സ്പോട്ട്. ഇനി ചേട്ടന്റെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയണം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ജോമോൻ ജ്യോതിർ ദ ആക്ടർ. ചേട്ടാ, നമ്മളെ ഇനി ഒരു ചെറിയൊരു ഗെയിം സെഷനിലേക്ക് പോകണേ. വളരെ ചെറിയൊരു ഗെയിമാണ്. അതായത് ചേട്ടൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബ് ഷോർട്സിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം റീൽസിലാണെങ്കിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജോമോൻ ജ്യോതിറിന്റെ ആ ഒരു രസകരമായിട്ടുള്ള അഭിനയ മികവ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരുപാട് ഷോർട്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചീന്തിയെടുത്ത കുറച്ച് ഡയലോഗ്സ് അത് ഞാൻ അങ്ങോട്ട് പറയുന്നു. ഏത് സിനിമയാണ്, ഏതാണ് ആ ക്യാരക്ടർ എന്നുള്ളത് ചേട്ടൻ പറയുക. ഓക്കെ, സെറ്റ് അല്ലേ? ഫസ്റ്റ് ഡയലോഗ് ഇതാണ്: അമ്പലപ്പറമ്പിലാണ് അവന്റെ ജെംസ് കച്ചവടം. ഓക്കെ, അടുത്തത്: നിനക്ക് വേണമെങ്കിൽ പോകാം. ശക്തി. യെസ്. ഓക്കെ, അടുത്തത്: എനിക്ക് എഞ്ചിനീയർ ആവണം. വാഴ, മൂസ. ഇതുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഡയലോഗ്സ് ഉണ്ട്? ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സത്യം പറഞ്ഞ ഈ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ അമ്പലപ്പറമ്പിലാണ് അവന്റെ ജംസ് കച്ചവടം. അതൊക്കെ വൻ സെലിബ്രേഷൻ ആണ് നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ. സോ ഇതുപോലെ ചേട്ടൻ തന്നെ ഇങ്ങനെ കാണുന്ന ഡയലോഗ്സ് ഏതൊക്കെയാണ്? ചേട്ടൻ തന്നെ അമ്പോ ഇത് ഞാനല്ലേ എന്ന് ഇങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ? മെയിൻ ആയിട്ടുള്ള ഈ 3 ഡയലോഗുകളുണ്ട്. വാഴയിൽ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെയുണ്ട്? വാഴ മൂവി ഡയലോഗുകൾ പറയാറുണ്ട്. കുറെ ഉണ്ട്. അപ്പൊ ഈ 3 പടങ്ങളിലാണ് എന്റെ ക്യാരക്ടർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡയലോഗുകൾ മാത്രമേ കേൾക്കാറുള്ളൂ. ഗുരുവായൂർ അമ്പല നടയിലിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. കാരണം അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടും വേറെ രീതിയിലുള്ള സെലിബ്രേഷനും നടക്കുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. പക്ഷെ അതിന് മുന്നേ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മുടെ സലീം കുമാർ അദ്ദേഹം പറഞ്ഞ ഡയലോഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോഞ്ഞിക്കരയുടെ ഡയലോഗ് ആയിക്കോട്ടെ, ഈ കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഇപ്പോഴും ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അങ്ങനെ ഐറ്റംസ് ഒക്കെ. അപ്പൊ അതൊക്കെ കണ്ടു വളർന്ന നമ്മൾ, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ജോമോൻ ജ്യോതിറിന്റെ ഡയലോഗ്സ് ആളുകൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചേട്ടനുണ്ടാവുന്ന ആ ഒരു ഫീല് എന്നാണ്, അതെന്നാന്നൊന്ന് പറഞ്ഞാവോ? സന്തോഷമുണ്ടല്ലോ നമുക്ക്. ഒരുപാട് ഡയലോഗുകൾ ഈ മെയിനായിട്ട് പറയുന്ന ഗുരുവായൂരമ്പലയിലെ ജെംസ് കച്ചവടം, അതിങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിൽ പിന്നെ കാണുമ്പോഴത്തേക്കും സെക്സി എന്ന് പറയുന്ന ആൾക്കാർ മറ്റേ അതിൽ ബേസിലെ മുഖത്തൊക്കെ പറയുന്നുണ്ടായില്ലേ, അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഗുരുവായൂർ അമ്പല നടയിലെ ഒരു അടിപൊളി പാട്ടും കൂടെ അങ്ങോട്ട് കേൾക്കാം. പാട്ടുകൾക്ക് ശേഷം ജോമോൻ ജ്യോതിറിന് വേണ്ടി കാത്തുവെച്ച ആ ഒരു ചോദ്യമുണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഫുള്ളി ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്നാന്നുള്ളത് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. ആരാണ് ഗസ്റ്റ് എന്നല്ലേ? ജോമോൻ ജ്യോതിർ ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വ്യസന സമേതം ബന്ധുമിത്രാദികളിൽ നമ്മൾ വന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിലാണ്. ചേട്ടാ,
നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം എന്നാന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ കണ്ടൊരു വീഡിയോ ആണ്. നമ്മുടെ വിപിൻ ദാസ് അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു കാര്യം, ഇപ്പം നമ്മുടെ പൃഥ്വിരാജ് എന്ന അഭിനേതാവിന് അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടനായിക്കോട്ടെ, ഇവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ ഈ ഗുരുവായൂർ അമ്പല നടയിലെ ചേട്ടന്റെ ഈ ഒരു ജോർജ് എന്നുള്ള കഥാപാത്രം. എങ്ങാനും പോവോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം ജോമോൻ ഒരു അസാധ്യ ആക്ടറാണ് എന്നുള്ളത് പൃഥ്വിരാജ് പോലെയുള്ള ഒരു അഭിനേതാവ് പറയുന്നു. അത് ആ വിപിൻ ദാസ് എന്ന ഡയറക്ടർ അതിനെക്കുറിച്ച് വീണ്ടും അത് എടുത്തെടുത്ത് അദ്ദേഹം അത് പറയുന്നു. സോ അതൊക്കെ കേൾക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഫീല്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് ഇതൊക്കെ കേട്ടപ്പം മനസ്സിലൂടെ കടന്നുപോയ ആ ചിന്തകളുടെ ഒരു തിരമാലകൾ എന്തൊക്കെയായിരുന്നു? ഇത്രയേറെ ചർച്ചകള് പടത്തിനകത്ത് നടന്നു എന്ന് തന്നെ വിപിൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ സമയത്ത് എന്നെ അത് ഫീൽ ചെയ്ത്, അപ്പോഴാണ് അത് കേട്ടത്. അപ്പൊ ഈ ഇടയ്ക്കാണ് വിപിൻ ചേട്ടൻ അത് ഇന്റർവ്യൂല് പറയുന്ന സമയത്താണ് ഞാൻ അത് കേട്ടത്. അത് ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ഞാൻ വിചാരിച്ച പടത്തിലെ സീൻ കാണത്തില്ല. കാരണം ഞാനത് അതിന്റെ ക്യാമറമാന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, ഈ സീൻ ആണോ, ചിലപ്പം ഉറപ്പൊന്നുമില്ല, ചിലപ്പം അത് കട്ടായി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കധികം പ്രതീക്ഷയില്ല ആ സീന്. അത് പിന്നെ തിയേറ്ററിൽ വന്ന് അത് തിയേറ്ററിൽ വർക്ക് ആയപ്പോഴത്തേക്കും തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ നല്ല കൈഡി ഉണ്ടായിരുന്നു സീനിന്. അപ്പൊ അത് വർക്ക് ആയപ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി. പിന്നെ അതിന്റെ ഇന്റർവ്യൂവില് അതിന്റെ ഇടയിലാണ് വിപിൻ ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ ആ സീൻ പേടിച്ച് രാജുവേട്ടനും വിജയശേഖരനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു ആ സീൻ വർക്കാണോ ഇല്ല എന്നുള്ള കാര്യം. നേരെ ഉൾട്ടായി, അത് വർക്കാണ്. അവര് വായന്നിങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഞാനേ അതിന്റെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് പണ്ട് മിസ്സായി പോയ ഒരു കൈൻഡ് ഓഫ് ഒരു കോമഡി ഉണ്ടല്ലോ, നമ്മുടെ പൊന്നിക്കരയുടെ കോമഡി, അങ്ങനെയുള്ള സലീമേട്ടന്റെ ഒരു തമാശ, പണ്ടത്തെ ആ ഒരു തമാശകളുണ്ടല്ലോ, അതൊക്കെ തിരിച്ചു വന്ന ഒരു ഫീലാണ്. ജോമോൻ ഉയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ആണ്. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മോ, കാരണം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഇങ്ങനെ വരുന്നു, ആ ആഗ്രഹത്തെ ഭയങ്കര സക്സസ്ഫുൾ മാറുന്നു, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം എന്തായാലും ചേട്ടൻ്റെ സന്തോഷവും ചേട്ടൻ്റെ സിനിമകളുമൊക്കെ ഇനിയും അടിപൊളിയായി മാറട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. പക്ഷേ ഇവിടെ കൊണ്ട് നമ്മുടെ ഇന്റർവ്യൂ തീരുന്നില്ല. ആശംസയോടുകൂടെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. സോ പാട്ടുകൾക്ക് ശേഷം ഞാൻ ചോദിക്കുന്നതായിരിക്കും. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടറിയാം ജോമോൻ ജ്യോതിന്റെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെ എന്നുള്ളത്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ജോമോൻ ചേട്ടാ, നമ്മളിത് ഇങ്ങനെ ചേട്ടൻ്റെ സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് ചോദിക്കാനായിട്ടുള്ളൊരു എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇപ്പം വാഴയ്ക്ക് ശേഷം നമുക്ക് ഗുരുവായൂർ അമ്പല നടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്ത വ്യസന സമേതം ബന്ധുമിത്രാദികളായിക്കോട്ടെ, ഈ സിനിമയിലേക്ക് പോകാനായിട്ട് അടുത്ത ക്യാരക്ടർ വരുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ എന്തൊക്കെ എക്സസൈസുകളാണ് നമുക്ക് ഈ ക്യാരക്ടർ ആവാഹനത്തിന് വേണ്ടിയിട്ടും അടുത്തതിനെ മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ജോമോൻ ജ്യോതിർ എക്സസൈസ് ടിപ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ എന്നൊക്കെ പറയുമായിരിക്കും? ഭയങ്കര മടിയാണ് എക്സസൈസ് ചെയ്യാനൊന്ന്. നമ്മള് ഒരു വാഴയിൽ എനിക്കൊന്ന് കനം കുറയ്ക്കണമായിരുന്നു. ഞാനപ്പം പകല് ഫുള്ള് ഫുഡൊക്കെ ഒന്ന് സെറ്റായി കഴിക്കാതൊക്കെ ഇരുന്ന് നൈറ്റ് ഒരു 12 മണിയാകുമ്പോ സാഫ് ബോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അറിയായിരിക്കും. സാഫ് ബോയ് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് 12 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഇതിങ്ങനെയായിരുന്നു, തടി കുറഞ്ഞോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നീട് അത് ട്രെയിനിൽ വന്നപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ മടിയാ ഇപ്പൊ മൊത്തത്തില്. വേറൊരു ക്യാരക്ടർ ചെയ്യുന്നതിന് നമുക്ക് അത്ര പാടുള്ള ക്യാരക്ടർ ഇപ്പൊ ഒരു പടത്തിൽ നിന്ന് വാഴയെന്ന് വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൽ എനിക്ക് വേറെ അങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടി മറ്റേ ക്യാരക്ടർ ആവാനും പരിപാടിയോ ഒന്നുമില്ല. നമ്മൾ തുടക്കമായതുകൊണ്ട് അതെങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇനി പക്ഷെ കൂടുതലായിട്ട് അഭിനയം പഠിക്കണം. ഞാനിപ്പം ഒരു പടത്തിന് മുമ്പ് ഒരു 10 ദിവസം വേറെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. എനിക്കും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ നമ്മൾക്കിപ്പം എല്ലാവരും ഇപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ശേഷം പിന്നീട് നമുക്ക് നോക്കി കഴിയുമ്പോഴേ അവിടെ കുറച്ചും കൂടെ നല്ലതാവായിരുന്നു, അല്ലെങ്കിൽ പാട്ട് പാടിയവർക്കാണെങ്കിലും ഇപ്പോൾ പാട്ടുകാർക്കാണെങ്കിലും ആ പോർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ. അഭിനേതാക്കൾക്കും അങ്ങനെ തന്നെയാണ്. ഓരോ തവണ നമുക്ക് ആ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് നമ്മുടെ കാണുമ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞ് നമ്മൾ മുമ്പ് ചെയ്ത സീനുകൾ കാണുമ്പോൾ ആ സീന് കുറച്ചൊന്ന് നന്നാക്കാന്നൊക്കെ തോന്നും. അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേട്ടൻ തന്നെ പഠിച്ചെടുത്ത്? ഇപ്പം ക്യാമ്പിനൊക്കെ പോകുന്നു എന്ന് പറയുന്നു. അപ്പം അതിൽ നിന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു അഭിനയ ജീവിതത്തില്?
എനിക്ക് നമ്മുടെ പടത്തിൽ തന്നെ ബൈജു ചേട്ടൻ എനിക്ക് ജാസിമിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും ജാസിമും ഒക്കെ പെട്ടെന്ന് ഡയലോഗ് പറയുന്ന ആൾക്കാരാണ്. ഒരൊറ്റ ശ്വാസത്തിൽ കുറെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡയലോഗ് എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കണം. പതുക്കെ സംസാരിച്ചാലേ നമ്മുടെ അഭിനയം എന്താണെന്നുള്ളത് പുറത്തു വരത്തുള്ളൂ. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള രീതി വരുന്നു. അങ്ങനെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു വരിക. അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അല്ലെ. ഇപ്പൊ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു അല്ലെ, ഒരു ആക്ടറായി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവരിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. SK ഹോട്ട്സ്പോട്ടിലൂടെ കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ജോമോൻ ജ്യോതിർ. ജോമോൻ ചേട്ടാ, നമ്മൾ ഇതിന് മുമ്പേ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരുപാട് സെലിബ്രേറ്റീവ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ആളുകളോടൊപ്പമാണ് ചേട്ടന്റെ അഭിനയം വരുന്നത്, അല്ലെങ്കിൽ സ്ക്രീനുകൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ജഗദീഷ് ചേട്ടന്റെ കൂടെ, രാജുവേട്ടന്റെ കൂടെ, ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, സിദ്ദിഖിക, അനശ്വര രാജൻ, അങ്ങനെ ഒരുപാട്, ഇപ്പൊ ബൈ ചേട്ടൻ, ഇപ്പൊ ഇവരോടൊപ്പം ഒക്കെ നമ്മൾ ചേട്ടനെ കാണുന്നു, സിനിമയിൽ കാണുന്നു. സോ അവരിൽ നിന്നൊക്കെ പഠിച്ച ഒരു കാര്യങ്ങൾ, നമ്മളിൽ നിന്ന് കുറച്ച് അവരിൽ നിന്ന് കണ്ട് പഠിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഒരു അഭിനയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെറ്റിൽ പോകുന്ന സമയത്തായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. സോ എന്തൊക്കെയാണ് ജോമോൻ ജ്യോതിർ എന്ന വ്യക്തി പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവരെ കൂടുതൽ നിരീക്ഷിച്ചാലേ അവരെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒറ്റോട്ടത്തിൽ ജഗദീശന്റെ ഒക്കെ സമയം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഫോൺ നോക്കുന്ന പോലെയാണ് അവര് ഇടയ്ക്ക് ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്, പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. വെറുതെ ഇരിക്കില്ല. വെറുതെ ഇപ്പം ഒരു കസേരയിട്ട് തന്നെ തന്നെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ആളുണ്ട്, ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. നമ്മളങ്ങനല്ല, നമ്മളെപ്പോഴും ഫോണിൽ നോക്കി വീഡിയോസും റീലുകളും കണ്ടുകൊണ്ടിരിക്കും. ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു പരിപാടിയൊക്കെ ആയി. പിന്നീട് അത് പുള്ളി അങ്ങനെ കറങ്ങി നടക്കും, ലൊക്കേഷനിൽ ഇങ്ങനെ നടക്കും, എല്ലാ കാര്യങ്ങളും നോക്കണുണ്ട്. നമ്മളൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷെ പുള്ളിയൊക്കെ പോലെ ആവണം. എല്ലാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് ബുക്കുകൾ വായിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാരൊന്നും പഠിക്കും. രാജുവേട്ടന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുമില്ല. കാരണം രാജുവേട്ടൻ വരും വണ്ടി കാരവാനിലായിരിക്കും. അവരല്ല, അതിനകത്ത് വേറെ മീറ്റിംഗ് പരിപാടികളും എമ്പുരാന്റെ പരിപാടികളൊക്കെ അന്ന് കാണും. അന്ന് അതിന്റെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കാം. പുള്ളി അധികം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമാണ്. സീൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മൾ സംസാരിക്കും, കൂളാക്കും. ഓരോ സീൻ കഴിയുന്നതും പുതിയ ആർട്ടിസ്റ്റാണെന്നുണ്ടെങ്കിൽ അവർ കൂളാക്കി സംസാരിച്ച് ഹാപ്പിയാക്കി ആയിരിക്കും. ഒരു ജാടയും ഞാൻ രാജുവിട്ടിലൊന്നും ഒരു ജാടയും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പാവപ്പെട്ട മനുഷ്യനാണോ ജാടയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നതെന്നൊക്കെ തോന്നും. ഓക്കെ. ഇപ്പം മലയാളക്കരയിൽ അറിയപ്പെടുന്ന ഒരു അഭിനേതാവായി തന്നെ താണ്ടെ ജോമോൻ ജ്യോതിർ എന്ന ആക്ടർ വന്നിരിക്കുകയാണ്. സോ ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാനും ഒന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ്? വായിക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒന്ന് കുറയ്ക്കണം, അങ്ങനെ ശീലിച്ച് തുടങ്ങിയത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? നമ്മൾ വായിച്ചു തുടങ്ങണമെന്നൊക്കെ വിചാരിച്ച അത് 2-3 ദിവസം വായിച്ചു തുടങ്ങി. പിന്നീട് അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ അതിലോട്ട് വരണം. പിന്നെ കുറെ കാര്യങ്ങൾ, ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കണം. പക്ഷെ എനിക്ക് ഫുഡ് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുഡിനോട് ഭയങ്കര പ്രിയമുള്ള ഒരാളാണ് അല്ലേ? ഭയങ്കര പ്രിയമുള്ള ആളാണ്. ഏതാ ഫേവറേറ്റ് ഫുഡ് ഏതാ? അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോ ഇന്നിപ്പോ വേറെ എന്തൊക്കെ, ഇന്നിപ്പോ കഴിക്കാൻ ആഗ്രഹം നൈറ്റ് വല്ല കഞ്ഞിയും പയറൊക്കെ കുടിക്കാനാണ് താല്പര്യം. ഇന്നലെയൊക്കെ വേറെ എന്തോ വരുന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോ ഫുഡിനോടാണ് താല്പര്യം. ഒരു ഫുഡ് മാത്രമല്ല, സ്വാദ് വേണം അല്ലെ, മനസ്സറിഞ്ഞ് കഴിക്കണം, അതാണ് ആഗ്രഹം. ഓക്കെ. അപ്പൊ അടിപൊളി. അങ്ങനെ മനസ്സറിഞ്ഞ് ഞങ്ങളും ഒരുപാട് സിനിമകൾക്ക് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ജോമോൻ ജ്യോതിർ എന്ന ആക്ടറാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷങ്ങൾ, ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പം പറയുന്നുണ്ടായിരിക്കും, വാഴയുടെ വിശേഷങ്ങൾ എന്തേ ചോദിക്കാത്തേ ജോ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. സോ വാഴയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നതാണ് പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ജോ ആണ്. ജോമോൻ ജ്യോതിർ എന്ന ആക്ടറാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് SK ഹോട്ട്സ്പോട്ടിൽ. ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. ചേട്ടാ, നമ്മൾ ഇനി കാത്തിരിക്കുന്നത് വാഴ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സിനിമയുടെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാഴ 2ന്റെ അപ്ഡേറ്റ് ഒക്കെ എവിടം വരെയായി? ഇനി പെട്ടെന്നെങ്ങാനും ഉണ്ടാവുമോ അതോ സമയം എടുക്കുമോ? ഞങ്ങൾ എത്ര നാളെ വെയിറ്റ് ചെയ്യേണ്ടി വരും?
വാഴട്ട് ഇപ്പം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞുള്ളൂ, ഇനി ഒരു 2 ഷെഡ്യൂളുകളുണ്ട് പടം. അപ്പൊ അവര് ഹാഷർ അവരുടെ ഗ്യാങ് അവരുടെ പരിപാടിയാണ്, അവരുടെ കഥയാണ്. കുറച്ച് ആൾക്കാർ വേറെ കുറച്ച് ഇൻഫ്ലുവൻസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ഷൂട്ടിന്റെ കാര്യം പറഞ്ഞില്ല, ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും വീഡിയോ ജസ്റ്റ് നേരെ പറഞ്ഞതല്ലാതെ ഉറപ്പില്ല നമ്മളത് ഉണ്ടാവുന്നതിൽ. പടം ഞാൻ അവിടെ പോയിട്ട് ഏകദേശം ഒരു ചെറിയ സീൻ, ഒരു ഫൈറ്റ് സീനൊക്കെ കണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, അവര് 4 പേര് ഒരു രക്ഷയില്ല. അടിപൊളി. ഓക്കെ, അതിന്റെ ഫസ്റ്റ് നമ്മുടെ വാഴയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് കണക്ട് ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു നമ്മുടെ വാഴ എന്ന് പറയുന്നത്. ഒരു ബയോപിക് ഓഫ് മില്യൺ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ടാഗ് ലൈന് വന്നതും പിന്നെ നമുക്ക് കണക്ട് ആയി. ആൻഡ് അതിലേ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടന്റെ ലൈഫിൽ നിന്ന് ചീന്തി എടുത്ത ഒരു ഏടാണല്ലോ ദൈവമേ ഇത് എന്ന് തോന്നിച്ച ഏതെങ്കിലും സീൻ ഉണ്ടായിരുന്നു വാഴയ്ക്കകത്ത്? അല്ല, ഞാനും എന്റെ അച്ഛനും ഏകദേശം അതുപോലെ. അച്ഛൻ മുമ്പ് നമ്മൾ തുണ്ട് വയ്ക്കുന്നത് കണ്ടാലും അച്ഛൻ ഇങ്ങനെ ഒന്നും സർഹേസില്ല, ഭയങ്കര നവചേട്ടൻ പെരുമാറുന്ന പോലെ ആയിരുന്നു എന്റെ അച്ഛൻ. എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. അച്ഛൻ ഭയങ്കര സീനൊന്നും അല്ലായിരുന്നു. അത് തന്നെ എനിക്ക് സിമിലായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ജോലിയൊന്നും ഇല്ലാതൊക്കെ നിന്ന സമയത്ത് എന്തനുഭവിച്ചു അതൊക്കെ തന്നെയാണ് പടത്തില് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കല്ലേ സ്വന്തം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏട് എന്ന് തോന്നിച്ച ചില കാര്യങ്ങൾ. ആൻഡ് അച്ഛനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് തന്നെ അച്ഛനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കൂടെ ഉള്ളത് ജോ ആണ്, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ജോമോൻ ജ്യോതിർ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്, നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ജോമോൻ ജ്യോതിർ. ജോമോൻ ചേട്ടാ, നമ്മളിതേ വാഴയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം ചേട്ടന് കണക്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അച്ഛനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് അതിനകത്ത് കിട്ടി എന്നുള്ള ഒരു അച്ഛൻ മകൻ ഡ്യുവോ അല്ലെങ്കിൽ ആ ഒരു കൊളാബ് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. എൻ്റെ അച്ഛനെ കുറിച്ച് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അച്ഛൻ സിനിമയിൽ ട്രൈ ചെയ്തു പക്ഷേ അത് നേടിയെടുത്തത് മകനാണ്. സോ അച്ഛൻ എന്തൊക്കെ അഡ്വൈസസ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്? അച്ഛൻ എന്റെ കേസില് ഞാനിങ്ങനെ സിനിമയില് പോകുന്നത് കേൾക്കുമ്പോഴേ അച്ഛൻ്റെ നെഞ്ചിൽ ചെയ്യാണ്. കാരണം അച്ഛൻ ഒരു തവണ കുറെ ഇങ്ങനെ കിടന്ന് അലഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 വയസ്സുള്ള സമയത്ത് വരെ അച്ഛൻ സിനിമയുടെ പറയുകയായിരുന്നു. പിന്നെ എന്തൊക്കെ ഫണ്ട് ചോദിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത്, അങ്ങനെ അത് കൊടുക്കാനില്ല, അങ്ങനെ എന്തൊക്കെയോ പുള്ളി പിന്നെ പരിപാടിയെല്ലാം ഒതുക്കി നിർത്തിയതാ. പിന്നെ ഞാനിങ്ങനെ ആവുമെന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് ഡൗട്ടായിരുന്നു. ഇത് പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. പുള്ളി ഹാപ്പിയാണ്. പിന്നെ മാക്സിമം ആ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയാലും ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചു നിർത്തുന്നത് പുള്ളി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഇതാവാത്ത രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, പെട്ടെന്ന് വീട്ടിൽ വരാനൊക്കെ പറയും. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അച്ഛനും പറഞ്ഞു തന്നിട്ടില്ല, ഞാനും അറിയാതെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. കാര്യത്തില് ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും അത് അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്തിയെന്നാണ് പറയാം. നമ്മുടെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം വിചാരിച്ചാൽ യൂണിവേഴ്സ് പോലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള, അതല്ലേ? അതത്രേ ഉള്ളൂ. കാരണം ഞാൻ എനിക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ കുറെ ആൾക്കാരുടെ അടുത്ത് പറയാനുണ്ട്, നീ ചേട്ടാ എങ്ങനെ ഈ സിനിമയില് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നുന്നു. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, അത് കണ്ടിട്ട് ഡയറക്ടർ വിളിക്കും, സിനിമയിൽ വിളിക്കും എന്നൊക്കെ തന്നെ ഞാൻ പറയാം. പക്ഷെ അത് അവർക്ക് എത്രത്തോളം, അവർക്ക് എല്ലാവർക്കും നമ്മളടുത്ത് മെസ്സേജ് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും സിനിമയിൽ ചാൻസ് ആകുമ്പോഴത്തേക്ക് ഒന്ന് വിളിക്കുക, അവർ അഭിനയിക്കും പോകും. ഇത് ഫ്രണ്ട്സും അതുപോലെ ആരായിരുന്നാലും അവരുടെ സമയത്തിന് ഒത്തിരി ചാൻസ് വരുമ്പോൾ ഞാൻ അറിയിക്കും, എനിക്ക് അവരൊന്ന് അഭിനയിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ 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 യെസ്. അപ്പം ചേട്ടൻ വന്ന വഴി എങ്ങനെയാണ്? കണ്ടന്റ് ക്രിയേഷനിൽ കൂടെയാണ്, യൂട്യൂബ് വീഡിയോസിലെ അല്ലേ? നമുക്ക് ചേട്ടന്റെ ആദ്യത്തെ നമ്മൾ ആ ഒരു നടന വിസ്മയം അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സ്പൂഫ് വീഡിയോസ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മറ്റേ പാട്ടായിരുന്നു, വണ്ടിനെ തേടും അല്ലേ? ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? നമുക്ക് ഈ ഒരു ആഗ്രഹിച്ച് നടന്ന ഒരു സമയമുണ്ടല്ലോ, സിനിമയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു സമയം. പക്ഷെ അതിന് തൊട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ സ്റ്റാറായി നിൽക്കുന്നു. ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പവർ ആയിക്കോട്ടെ, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, എങ്ങനെയായിരുന്നു ആ ഒരു ഫീൽ? എങ്ങനെയായിരുന്നു? സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നു, കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു, നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഇറക്കുന്നു. സോ ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? ആ ഒരു ടൈമിൽ എങ്ങനെയെങ്കിലും സിനിമയ്ക്ക് ഞാൻ ഉദരങ്ങാ ദിവസത്തിൽ അഭിനയിക്കുന്ന സമയത്തും മനസ്സിൽ സിനിമ തന്നെയാണ്, കണ്ടന്റ് ക്രിയേഷൻ സമയത്തും മനസ്സിൽ സിനിമ തന്നെയാണ്. അത് കുറച്ചധികം ഒരു 10-100 കണ്ടന്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് വിളി വന്നു.
ജൂഡാന്റണി സാറ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ, കുറെ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച് കുറെ പരിപാടി, ജിത്തു മാധവൻ, രോമാഞ്ചത്തിലേക്ക് റീലുകളും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ്. ഓക്കെ. ഇനിയിപ്പം നമുക്കിപ്പം സിനിമയിലാണ്, ഇനിയിപ്പം ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്ന് തുടങ്ങിയോ? ഞാനിപ്പോൾ ചോദിച്ചത് എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു യൂട്യൂബറെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ആളിങ്ങനെ സിനിമയിൽ കയറി, പക്ഷെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇനി യൂട്യൂബിൽ ഞാൻ ഇനിയില്ലേ ഫുൾ ടൈം സിനിമയിൽ മാത്രമാണ് എന്നുള്ളത് പുള്ളി വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്നു. അങ്ങനെയുള്ള ഒരു തോന്നൽ, ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ സിനിമ കയറിയതിന് ശേഷം ഇനി കണ്ടന്റ് ക്രിയേഷൻ ഒന്നും ചെയ്യുന്നില്ല എങ്ങനെ തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡെയിലി വീഡിയോ ഇടുന്നില്ല എന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല. ഇല്ല വരും അല്ലേ? വല്ലപ്പോഴും ഒരു ചെറിയൊരു കണ്ടന്റ് വരും, അല്ലാതെ ഡെയിലി കണ്ടന്റ് ഇടുന്നത് ഇപ്പൊ മാറ്റി, കാരണം സമയം കിട്ടത്തില്ലല്ലോ. ഇനിയിപ്പോൾ പുതിയ സിനിമകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവീസ് എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടറിയണം. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK Hotspot ആണ്, കൂടെ ഉള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ജോമോൻ ജ്യോതിർ. ചേട്ടാ, നമ്മൾ ഇങ്ങനെ സിനിമയെക്കുറിച്ചും സിനിമാ വിശേഷങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഞാനൊന്ന് കയറാനുണ്ട് പോവാണ്. അതായത് എന്നോടൊന്നും തോന്നരുത് എന്നുള്ളൊരു എന്തൊരു ജാമ്യം എടുത്തുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പം വരുന്ന ഓരോ സിനിമകളും നോക്കുകയാണെങ്കിൽ ചേട്ടനകത്ത് ഒരു വിരഹകാമുക സിൻഡ്രം ഒക്കെ കാണുന്നുണ്ട്. സോ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു വിരഹകാമുക സിൻഡ്രം അനുഭവിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലത്തെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? ഞങ്ങൾ കേരളത്തിലെ പെൺകുട്ടികൾ അറിയട്ടെ, എന്താണ് ജോമോൻ ജ്യോതിർ? റെഡി ടു മിംഗിൾ ആണോ, സിംഗിൾ ആണോ, എന്താണ്? എനിക്ക് അഫയറൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നു. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ 2 വർഷം കഴിഞ്ഞപ്പോൾ അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് മാറി. ഇപ്പം ഒരു പരിപാടി ഇല്ല, സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ. സിനിമയോടാണ് പ്രണയം അല്ലേ? അങ്ങനെയല്ല, പിന്നെ നമുക്ക് അങ്ങനെ സിനിമ ഒന്ന് സെറ്റിൽ ആവുക, എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പം കേരളക്കരയിലെ പെൺകുട്ടികൾ അതിനുവേണ്ടി ഇങ്ങനെ കാതോർക്കുന്നുണ്ടായിരുന്നു. ജോമോനേട്ടൻ എന്താണ്, സിംഗിൾ ആണ്? അപ്പം സിംഗിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. എന്റെ വീട്ടിൽ അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ടോ? എടാ പ്രായമാവുന്നു, കല്യാണം. അച്ഛനും അമ്മയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കണ. അങ്ങനെ പെട്ടെന്ന് ഒരാളെ വേണ്ട, നമുക്ക് കുറച്ച് താമസിച്ച് കുറച്ച് കണ്ടുപിടിച്ചിട്ട് മതി, പയ്യെ മതി എന്നല്ല. ഇനി കരിയർ ഒന്ന് അടിപൊളി ആവട്ടെ, എന്നിട്ട് ലൈഫ് അടിപൊളിയാക്കാം. എൻ്റെ ചേട്ടന് ഇപ്പം സിനിമ ഒരു അഭിനയത്തിലോട് താല്പര്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പാർട്ട്ണർ ആയിരിക്കണം? ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം, അഭിനയത്തിന് എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം. എന്താണ് ചേട്ടന്റെ ഒരു പ്രതിശ്രുതമായതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എന്റെ കൂടെ നിൽക്കണം, നമ്മളെ പരിപാടി അഭിനയത്തിന് നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കണം, നമ്മളെ ഹാപ്പി ആക്കണം, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും അപ്പം കുറെ പേർക്ക് അത് കത്തിയിട്ടുണ്ട്. ഇനി ചിലപ്പോ DMs വരാം. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അടിപൊളി ഒരാളെ കണ്ടെത്തട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് മറ്റേ പാട്ട് കേട്ടല്ലോ, വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട് എന്നുള്ള പാട്ട്. അപ്പം ആ ഒരു പാട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. പാട്ടിന് ശേഷം നമുക്ക് ജോമോൻ ജ്യോതിർ എന്ന ആക്ടറിന്റെ ആ ഒരു വ്യക്തിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടറിയാം. SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ നിന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ജോമോൻ ജ്യോതിർ. ചേട്ടാ, നമ്മളിങ്ങനെ പല വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അതിനിടയിൽ ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ചേട്ടൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലേക്ക് വരാനായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഒരുപാട് പേര് ചേട്ടനോട് ചോദിക്കാനാണ്, ചേട്ടാ എന്താ ചെയ്യേണ്ടത്, എനിക്കും സിനിമയിലേക്ക് എത്തണം എന്നുള്ളത്. അപ്പം ആ ഒരു മോട്ടീവോടുകൂടെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരോടൊക്കെ എന്താണ് ചേട്ടന് പറയാനായിട്ടുള്ളത്? എന്താണ് സംഭവം? പക്ഷെ ചിലപ്പം വേണ്ട, ഇത് മടുത്തു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും വ്യൂസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വന്നുലഞ്ഞു പോകുന്നുണ്ട്. സോ അവരോടൊക്കെ എന്താണ് ജോമോൻ ജ്യോതിറിന് പറയാനായിട്ടുള്ളത്?
ഇത് നമ്മളിപ്പം ആദ്യം ഒരു വീഡിയോ ഇട്ട് അതിൽ റീച്ച് കിട്ടണമെങ്കിൽ ഏകദേശം കുറെ 2-3 മാസം എടുക്കും. അത് കറക്റ്റ് ഒരാഴ്ചയിൽ ഒരു 4-5 വീഡിയോ ഇട്ടുക. വീഡിയോ റീച്ച് ഒരുപാട് നമ്മളൊരു 10 വീഡിയോ എടുത്തിട്ട് റീച്ചില്ലെന്ന് പറഞ്ഞ് പുറത്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒരു 100 വീഡിയോ അല്ലെങ്കിൽ 30 വീഡിയോ അത്രയും അളവിൽ ചെയ്ത ഏതെങ്കിലും ഒരു 5-6 വീഡിയോ റീച്ച് ആവും. പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോയും റീച്ചിലോട്ടായിരിക്കും പോകുന്നത്. ആ ഒരു സംഭവം കിട്ടാനാണ് പാടായത്. നമുക്ക് ചിലപ്പോ മനസ്സൊക്കെ മടിച്ചു പോകും. 10-20 വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത്രയും റീച്ചില്ലാതെ നിൽക്കുമ്പോഴേക്കും അവര് ചിലപ്പോ അത് കളഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ ഒരു എന്ത് പറയാനുണ്ട്, അതാ നമ്മള് ആ റീച്ച് ആവുന്ന സമയത്തുള്ള സംവിധാനം വരെയുള്ള കഷ്ടപ്പാടുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഇതിനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് ഇതാക്കാൻ പറ്റും. സിനിമയിലെല്ലാവരും ഷോർട്ട് ഫിലിം പരിപാടികളൊക്കെ ചെയ്യാം, മ്യൂസിക് വീഡിയോകളൊക്കെ ചെയ്യാം. കണ്ടിട്ടേ വിളിക്കത്തുള്ളൂ. ആരെങ്കിലും ഒക്കെ നമ്മള് സിനിമയിലോട്ട് വിളിക്കണമെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടേ വിളിക്കും. അല്ല അവര് ചോദിക്കുന്ന വെച്ചാലേ, നമ്മളൊരു ഡയറക്ടർ നമ്മളെ കണ്ടിട്ട് നമ്മള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും വേണം ചെയ്യല്, നമ്മളെ പ്രൊഫൈല് കാണിച്ചു കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നുന്നു ചേട്ടനോട് കേട്ടോ. കാരണം എന്താണെന്നറിയാവോ, ഇപ്പം എന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. പലരും സോഷ്യൽ മീഡിയയിലൂടെ അവർ വരുന്നു, പക്ഷെ അവര് വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോഴായിരിക്കും നമ്മൾ പോലും ഷോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവർ സിനിമയിലേക്ക് എത്തുന്നത്. ഇവർ ഭയങ്കര സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം, പക്ഷേ അതുപോലെ തന്നെ മറ്റു കൂട്ടരുണ്ട് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് ഇതിനുവേണ്ടി അംഗം പയറ്റുന്ന കുറേ പേര്. അപ്പം ഈ ഒരു സിനിമ ഫീൽഡിലേക്ക് എനിക്ക് എത്തണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടെ തന്നെ ക്രിയേഷൻ തുടങ്ങുന്നു, കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നു, അതിലേക്ക് എത്തിപ്പെടുന്നു. ആൻഡ് അതിൽ തന്നെ ഒരു വമ്പൻ ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി. ആൻഡ് അതിനൊരു ഒരു റെസ്പെക്റ്റ്, അതൊരു ചില്ലറ കാര്യമല്ല അത് ആക്ച്വലി. എന്തായാലും അങ്ങനെ ഇനിയും ഒരുപാട് നല്ല കുറേ ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഇനിയും ചില വിശേഷങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞതിനെ എൻഡ് ചെയ്യിപ്പിക്കുന്നതല്ല, ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. പാട്ടിലേക്കുള്ള ഒരു അവസാനമായിരുന്നത്. അപ്പോൾ എന്തായാലും പാട്ടുകൾക്ക് ശേഷം വീണ്ടും തുടരുന്നതാണ് ചോദ്യം. സോ ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട്, കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. SK ഹോട്ട്സ്പോട്ട് ആണ്, കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ നിന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ ജോമോൻ ജോദിർ ഓൺ സർഗക്ഷേത്ര 89.6 FM. ചേട്ടാ, സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇനിയിപ്പോൾ ഈ റോളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ജോമോൻ ജോദിർ എന്ന അഭിനേതാവ് ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ചോദ്യം. എന്താണ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോള് ഇനി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഹ്യൂമർ ആവുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈപ്പർ ആവുന്ന റോളുകൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ചൊക്കെ, കാരണം ഈ നമ്മളിത് ഇങ്ങനെ കാണിച്ച് വരുന്ന ആൾക്കാർക്ക് മടുപ്പ് വരും. ഓരോ അവസാനം തൊഴിൽ അതന്നെ കുറെ അവിടെ നിന്ന് ഒരേ പേറ്റഡായി പോകാന്നുള്ള ഇതുണ്ട്. അപ്പൊ നോക്കി ചെയ്യാ, എനിക്ക് വരുന്ന പരിപാടികളിൽ ഒത്തിരി ഭേദപ്പെട്ട പരിപാടി ഏതാണ് നമുക്ക് നോക്കി ചെയ്യും. കൂടുതൽ സെലക്റ്റീവായ ചിലപ്പോൾ ഞാൻ വീട്ടിലിരുന്നു. അല്ല, നമ്മളിപ്പോഴേ പണ്ടൊക്കെ ഈ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന നടന്മാരാണ് നമ്മുടെ ജഗദീഷ് ചേട്ടന് അല്ലെങ്കിൽ സിദ്ദിഖിക്ക, അവരൊക്കെ ബൈചേട്ടനൊക്കെ. ഇപ്പൊ അവരുടെ റോൾസ് ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഫാലിമി ആയിക്കോട്ടെ, അവർ ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പല വേഴ്സറ്റാലിറ്റി നമ്മളിങ്ങനെ കണ്ട് എന്റെ മോനെ ഇത് ജഗദീഷ് ചേട്ടന്റെ എന്നൊരു പ്രകടനമാണെന്നുള്ളൊരു രീതിയിൽ നമ്മളിങ്ങനെ വൻ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി അങ്ങേർക്ക് അതും പറ്റും ഇതും പറ്റും എല്ലാം പറ്റും എന്നുള്ളൊരു തോന്നല്. നമ്മളത് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇനിയിപ്പം ചേട്ടനെ ചെയ്യണം എന്ന ആഗ്രഹമുള്ള വേറൊരു കൈൻഡ് ഓഫ് കോമഡി അല്ലാണ്ട് ഒരു വില്ലൻ ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആണോ, എന്താണ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു പരിപാടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പൊതുവേണ്ട ആൾക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് നമുക്ക് നോക്കാം, അവർക്കും താല്പര്യം അതാണ്. കോമഡി വിട്ടിട്ട് വേറെ നെഗറ്റീവ് പരിപാടി നമുക്ക് റൊമാൻസ് ചെയ്യാം എന്നുള്ള സംസാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മള് ആക്ടർ പരിപാടി എത്രത്തോളം ഒക്കെ ഒന്ന് നാട്ടുകാർ മനസ്സിലാക്കും. അങ്ങനെയുള്ള റോൾസിലുള്ള സിനിമകൾ വല്ലതും ഇനി വരാനായിട്ടുണ്ടോ? സർപ്രൈസ് എലമെന്റ് വല്ലതും ഉണ്ടോ? പുതിയതായിട്ട് തുടങ്ങാനുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാൻ കുറച്ച് പടങ്ങളുണ്ട്, ഷൂട്ട് വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ അടിപൊളി. അങ്ങനെ തരം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് ജോമോൻ ജോദിർ വരുമെന്ന കാത്തിരിപ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം പാട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാട്ടും വരുന്നുണ്ട്. സോ ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
SK Hotspot. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെ ഉള്ളത്. ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. ജോമോൻ ജ്യോതിരാണ് നമ്മുടെ കൂടെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത്. ജോമോൻ ചേട്ടാ, എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഈ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അനശ്വര രാജൻ, ഡയറക്ടർ വിപിൻ ദാസ് തുടങ്ങിയ ഈ ഒരു കുറേ ഒരു ആളുകൾ വരുന്ന ഒരു സിനിമ വരുന്നുള്ള ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്നറിയാവോ? മോനെ ഇത് പൊളിക്കും, ഇതൊരു ഫൺ റൈഡ് സിനിമ തന്നെയായിരിക്കും എന്നുള്ളൊരു രസം. കാരണം നിങ്ങളുടെ ആ ഒരു കൊളാബറേഷനൊക്കെ കാണാനായിട്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമാശ പറയുന്നതും ഒക്കെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഗ്യാങ് അതെങ്ങനെ പോകുന്നു? ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? ഞാനും സിജിയൊക്കെ ഏകദേശം സിനിമയിൽ വരുന്ന ഒരേ സമയത്ത് രോമാഞ്ചം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടും ഒരുമിച്ച് ട്രെയിനിലാണ് വന്നത്. അന്നോട്ട് ഇന്നോട്ട് ഒരുമിച്ച് എല്ലാ കാര്യത്തിനും കൂടെ ഉള്ള ഒരാളാണ്. നമ്മളൊരു സീൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നമ്മളത് ഭയങ്കര കംഫർട്ടാണ് എനിക്ക് അവന്റെ കൂടെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും. ഫീൽ തന്നെ ഞാനൊക്കെ ഇരുന്ന് വരുമ്പോൾ ഒരു സീൻ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. പിന്നെ അനശ്വര ഞാനായിട്ട് ഒരുപാട് സീൻസിലൊന്നും വന്നിട്ട് പോയി. സീൻസിൽ എനിക്ക് അനശ്വര ഞാനത് അഭിനയിച്ചിട്ടില്ല. പക്ഷെ കഥാപാത്രപരമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. വീടുകാരമ്പലായാലും വികസന സമയത്താണ്. പക്ഷെ നമ്മളതായിരിക്കും ഒരുമിച്ച് ഒരു പരിപാടി അഭിനയിച്ചിട്ടില്ല. കമ്പനിയാണ് എവിടെ വെച്ച് കണ്ടാലും മെസ്സേജ് അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവരെല്ലാവരും. സിജു സണ്ണി ആയിട്ടാണ് നമ്മൾ ഡെയിലി കോണ്ടാക്ട് ഉള്ള ആൾക്കാരില് സിജു സണ്ണിയാണ്. ഓക്കെ, അടിപൊളി. നമുക്ക് നിങ്ങളുടെ ഇപ്പം വരുന്ന ഇന്റർവ്യൂസ് കാണുവാണെങ്കിൽ നമുക്ക് ആ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. ആൻഡ് ഇവർ നിങ്ങൾ പിന്നെയും സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഇവര് പൊളിക്കും എന്നുള്ള ഒരു ഫീലാണ്. സോ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഇപ്പം ചേട്ടൻ്റെ ഓരോ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന സിനിമയാണ്. സോ ജോമോൻ ജ്യോതിർ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിന് എത്രമാത്രം വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്? കാരണം വാഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വ്യസന സമേതം ബന്ധുമിത്രാദികളായിക്കോട്ടെ. സോ ആ ഒരു സൗഹൃദത്തെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? സൗഹൃദം എനിക്കെപ്പോഴും നാട്ടില് പോകുമ്പോഴാണ് അവിടെ കുറച്ച് ഗ്യാങ് ഉണ്ട്. നമ്മുടെ കൂടെ പഠിച്ച 1ാം ക്ലാസ് മുതൽ എന്റെ കൂടെ പഠിച്ച കുറച്ച് ഗ്യാങ് ഉണ്ട്. ഒരു 4-5 പേര്. അവർ നാട്ടിൽ ചെറിയ പണികളൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ എപ്പോഴുള്ള അവൈലബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഞാൻ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൂടാറുണ്ട്, കറങ്ങാൻ പോകാറുണ്ട്, സംസാരിക്കാറുണ്ട്. പല നാട്ടിലെ കഥകളെല്ലാം കേൾക്കാറ്. അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള അവര് ഒരു 3-4 പേരേ ഉള്ളൂ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാവരും പുറത്ത് ജോലി പരിപാടികളൊക്കെ ആയിട്ട് പുറത്താണ്. എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 80-90% ആൾക്കാർ നമ്മുടെ നാട്ടിൽ പോലും ഇല്ല, എല്ലാവരും പുറത്താണ്. ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് മെസ്സേജ് അയച്ചാലായി. സിനിമയൊക്കെ കാണുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. കോളേജിൽ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇനി നമ്മൾ പൊളിക്കും, നമ്മൾ എന്നും ഡെയിലി കോണ്ടാക്റ്റിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യം പറഞ്ഞിട്ടിറങ്ങും. പക്ഷെ കോളേജ് കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞാൽ ഒരു ഒറ്റ എണ്ണത്തിന് മജിഷ്ടം കിട്ടുന്നില്ല. ഗ്രൂപ്പ് ഒരു 3 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ മെസ്സേജ് 2020 അവസാനത്തെ മെസ്സേജ് പിന്നെ മെസ്സേജ് പോലും ഇല്ല. അങ്ങനെ ആയിപ്പോവും. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ എണ്ണത്തിന് മജിഷ്ടം ഒരുപാട് പേരുണ്ട് നമുക്ക് മിസ് ചെയ്യുന്ന. അതെ അല്ല, ഞാനിപ്പോ നമുക്ക് ഫ്രണ്ട്ഷിപ്പിനാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കിപ്പം ഗ്രൂപ്പിന്റെ കാര്യം, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വർക്കിൽ റിലേറ്റഡ് ആയിട്ട് വരുമ്പം അവരുമായിട്ടുള്ള ഗ്രൂപ്പും ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. സോ അവർ തരുന്ന ഒരു സപ്പോർട്ട് എന്താ? നമുക്ക് അവരുടെ ഒരു ക്രിട്ടിക് ആയിട്ട് നിൽക്കുവോ, അല്ലെങ്കിൽ എടാ കൊള്ളാം അടിപൊളി എന്താണ് അവർ തരുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരിക്കുമല്ലോ, ഒരു ബലമായിട്ട്. സോ അവരുടെ വാഴ കണ്ടിട്ട് അവരെന്തൊരു പോസ്റ്റ് പരിപാടി ഇടട്ടോ അങ്ങനെ കുറച്ച് നമുക്ക് സപ്പോർട്ടുള്ള രീതിയിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഴ സമയത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ട് എന്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ പരിപാടി നല്ല പടം എന്നുള്ള രീതിയിലൊക്കെ അവന്റെ ക്യാരക്ടറിനെ പറ്റി പറയാറുണ്ട്. എല്ലാം കണ്ടിട്ട് അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ. അവര് പേഴ്സണലി ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ആം സൂപ്പർ ഹീറോ ഒക്കെ എനിക്ക് ഇപ്പൊ പടം ഇറങ്ങിയപ്പോഴത്തേക്ക് അവരൊരു വീഡിയോ തന്നെ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാരും. അവര് ഭയങ്കര ഭാഗ്യമുണ്ട്. സുഹൃത്തുക്കളുണ്ട്. ഓക്കെ ചേട്ടാ, ഇനിയിപ്പോ അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ്? ഇപ്പം ജോൺ പോൾ ജോർജിന്റെ പുള്ളി ഡയറക്ട് ചെയ്യുന്ന പടം, അത് ഡബിങ് കഴിഞ്ഞ് ഇനി റിലീസ് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഷറഫുദ്ദീൻ നായകനാകുന്ന പടം, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു പടം, അൽത്താഫുക നായകനാകുന്ന പടം, അതിലൊരു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ അപ്കമിങ് ഫിലിംസ്. ആൻഡ് യെസ്, വ്യസന സമേതം ബന്ധുമിത്രാദികൾ തിയേറ്ററിൽ കാണുക എന്നുള്ളൊരു കാര്യം കൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും ശക്തിക്ക് ഇനിയും ശക്തമാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. താങ്ക് യു ഏട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. 89.6 FM സർഗക്ഷേത്ര.